ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ വലിയ വലിയ കിട്ടിലൻ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് നാളുകളൊന്നും കള്ളങ്ങൾ ഇങ്ങനെ മൂടി വയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഒരു നാൾ ആ കള്ളം മറന്നേക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെ പുറത്ത് വരുന്ന ആ ഒരു ദിവസം എന്തുകൊണ്ടും ഏറ്റവും വലിയൊരു ദിവസം തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ദ്രൻ കോടതിയിൽ ഒരുപാട് കള്ളങ്ങൾ ഇങ്ങനെ മെനഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും അവസാനത്തെ പല്ലവിയുടെ കയ്യിലുള്ള കച്ചിത്തുരുമ്പാണ് വിശ്വജിത്ത്. വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ ഒരു കേസ് തെളിയിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പല്ലവി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി കേസ് തെളിയിക്കാനും സേതുവിൻ്റെയും പല്ലവിയുടെയും ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ സേതുവും പല്ലവിയും കൂടി ഇതേപോലെ വിശ്വജിത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നിനക്ക് പറ്റുമോ ഇങ്ങനെ ഈ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഇന്ദ്രൻ മനോരോഗിയാണെന്ന് തെളിയിക്കാനായിട്ട് നിനക്ക് പറ്റുമോ, ആ ഒരു ഒളിക്യാമറ വെച്ചിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടപാടെ തന്നെ വിശ്വജിത്ത് ആ ചേച്ചി ചെയ്യാം, ഒരു കുഴപ്പമില്ല, കാരണം അവരുടെ വിശ്വ ഇപ്പോഴും തൻ്റെ ഏട്ടത്തെ പോലെ തന്നെയാണ് പല്ലവിയെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങൾ ഇന്ദ്രനെ എങ്ങനെ ഇതിനകത്തോട്ട് വലിച്ചിടാനായിട്ട് പറ്റുമെന്നൊക്കെ ആലോചിച്ച് വിശ്വ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അങ്ങനെ ഇന്ദ്രനോ രാജലക്ഷ്മി ആരും കാണാതെ തന്നെ ഒരു ചെറിയൊരു ഒളിക്യാമറ ഇന്ദ്രൻ അവിടെ വിശ്വജിത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വന്നു. ഇന്ദ്രൻ വന്നിട്ട് ഇതിനെപ്പറ്റി ചോദിച്ച് അത് സംസാരങ്ങളായി. അപ്പോൾ കോടതിയിലുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി ഇന്ദ്രനോട് വിശ്വ ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് കോടതിയിൽ എങ്ങനെ ഏട്ടൻ ജയിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ മനോരോഗിയായ ഒരാൾ ജയിക്കാൻ സാധ്യതയില്ലല്ലോ, കോടതിയിൽ സത്യങ്ങൾ തെളിയേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോഴും ഇന്ദ്രൻ താൻ കാണിച്ച കാര്യങ്ങളൊക്കെ പറയുകയും മാത്രമല്ല, കോടതിയിൽ ഇപ്പോൾ ഞാനൊരു മനോരോഗിയല്ല, അത് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞു, പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ മനോരോഗിയല്ലേ, അതെ ഞാനൊരു മനോരോഗിയാണ്, എനിക്ക് സ്ഥിരതയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇന്ദ്രൻ സംസാരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ഒളിക്യാമറയിൽ പതിയുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പേരിൽ പല്ലവിയെ താൻ സപ്പോർട്ട് ചെയ്യും, പല്ലവി ചേച്ചിയും സേതുവേട്ടനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള രീതിയിലും വിശ്വ സംസാരിച്ചു. എന്നാൽ നിന്റെ ചേട്ടനായ എന്നെ തകർത്തുകൊണ്ട് നീ അവരെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇന്ദ്രൻ ഷൗട്ട് ചെയ്തു. മാത്രമല്ല ഇന്ദ്രനും വിശ്വയും തമ്മിൽ വലിയൊരു അടിയായി, വഴക്കായി. ആ അടിയും വഴക്കും അവസാനം വലിയൊരു കയ്യാങ്കളിയിലെത്തി. അങ്ങനെ രാജലക്ഷ്മി പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ പിടിച്ചു മാറ്റി പ്രശ്നങ്ങൾ സോൾവായി, എല്ലാവരും പോയി. അപ്പം ഈ ഒരു ഒളിക്യാമറ പതുക്കെ ആരും കാണാതെ വീണ്ടും വിശ്വ അതെടുത്ത് കോപ്പി ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ വെക്കുന്നുണ്ട്. ഈ ഒരു തെളിവ് പല്ലവിയുടെയും സേതുവിൻ്റെയും കയ്യിൽ എത്തിക്കാനായിട്ടാണ് വിശ്വ ശ്രമിക്കുന്നത്. അപ്പോൾ കോടതിയിലെത്തുമ്പോൾ വിശ്വ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വിശ്വയെ കുറ്റം പറഞ്ഞ, അല്ലെങ്കിൽ ഇന്ദ്രൻ പല്ലവിയും സേതുവിനെയും കുറ്റം പറഞ്ഞ് നിൽക്കുമ്പോൾ അത് വിശ്വയുടെ ആ ഒരൊറ്റ തെളിവ് കൊണ്ട് തന്നെ തകിടം മറിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും വിശ്വയുടെ പല്ലവിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രതീക്ഷിക്കാത്ത മനോരോഗി ആയതുകൊണ്ട് തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും അവിവേകം ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാകത്തില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും പേടിക്കണ്ട, സേതു പല്ലവിയെ ആശ്വസിപ്പിച്ചു. നമ്മൾ തന്നെ കേസ് ജയിക്കും. പല്ലവിക്കും ഒരു ടെൻഷനുണ്ട്, ദൈവമേ ഇനി 2 വട്ടം അവർ തെളിവ് ഏകദേശം കണ്ടെത്തി കൊണ്ടുവന്നപ്പോഴും പല്ലവിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ല. ആ ഒരു തെളിവുകളെല്ലാം തന്നെ ഇന്ദ്രൻ ബ്ലോക്കാക്കി പല്ലവിയെ കുടുക്കി. ഈ ഒരു തെളിവ് കൂടി തൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലും തെളിയിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നേക്കുമായിട്ട് ഇന്ദ്രൻ്റെ ഭാര്യയായിട്ട് തനിക്ക് തുടരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞൊരു ടെൻഷനാണ്. എങ്കിലും സേതു പല്ലവിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറേ കഴിഞ്ഞിട്ട് ആ ഒരു കേസിൻ്റെ വിധിയാണ്. എന്തായാലും ഇന്ദ്രൻ കുടുങ്ങുമെന്ന് സേതുവും പല്ലവിയും ഉറപ്പിച്ചു. അങ്ങനെ സേതുവിനൊപ്പം പല്ലവി കടൽ തീരത്തേക്ക് പോകുവാണ്. തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് അവിടെ പോയി സേതു പറയുന്നുണ്ട്, ഇനി ഞാൻ പല്ലവിക്കൊപ്പം വരും, എന്നിട്ട് പല്ലവി എന്നും പറഞ്ഞ് ഈ കടൽ തിരമാലകളെ നോക്കി ഞാൻ പല്ലവിയെ പ്രൊപ്പോസ് ചെയ്യും, നീ എൻ്റെ ജീവനാണ് പല്ലവി, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരുടെ പ്രണയ നിമിഷങ്ങളാണ് അതിൻ്റെ മുന്നോടിയായിട്ട് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക?
എന്തായാലും വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് വിശ്വ വന്ന് പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പല്ലവിയും സേതുവിനെയും രക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം ഇന്ദ്രനോടാണ്, തൻ്റെ ചേട്ടനോടാണ് ഈ വിശ്വ മുട്ടാനായിട്ട് പോകുന്നത്. വിശ്വയാണ് ഇത് തെളിവ് കണ്ടുപിടിച്ചു കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വയെ കൊല്ലാനുള്ള സാധ്യത വരെയുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.